ബിഗ് ബോസ് മലയാളം സീസൺ 6 ഓരോരുത്തരെയും കുറിച്ചുള്ള ഒരു അവലോകനം, അതാണ് ഈ ഒരു വീഡിയോ. അവസാനം വരെ കണ്ടിട്ട് മാത്രം അഭിപ്രായങ്ങൾ ഇടുക. പിന്നെ ഇത് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഏറ്റവും തലമൂത്ത ആളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ സീസണിലൊക്കെ കുറച്ച് പ്രായമുള്ളവർ വരുമ്പോൾ അവര് അടുക്കള ജോലിയെങ്കിലും ചെയ്യുമായിരുന്നു, മാരേജ് വേ. യമുന റാണി അതുപോലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഗെയിമിന്റെ കാര്യം എടുത്താൽ 0 കോൺട്രിബ്യൂഷൻസ്. ഒരു റാണിയെ പോലെ അതുവഴി നടക്കുന്നുണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതിനകത്തിരുന്നൊരു നോക്കുകുത്തിയെ പോലെ ഇരുന്ന് ഷോ കാണുകയാണ് യമുന റാണി. എങ്ങനെ ചെയ്യണം എന്ന കാര്യത്തിൽ വല്ലാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് യമുന റാണി. അടുത്ത ആളിലേക്ക് വന്നാൽ ആളൊരു വളരെ മികച്ചൊരു നടിയാണ്. പക്ഷെ അഭിനയിച്ചവിടെ നിന്നിരുന്നുവെങ്കിൽ പോലും ഇത്രയും നെഗറ്റീവ് വരില്ലായിരുന്നു പുറത്ത്. കുറച്ച് ധാർഷ്ട്യം പ്ലസ് മാസ് കാണിച്ചാൽ പുറത്ത് ആരാധകർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരു ടിപ്പിക്കൽ വിഡ്ഢിയായ കണ്ടസ്റ്റന്റ്, അതാണ് ശ്രീലേഖ. അടുത്ത രണ്ടുപേരുടെ കാര്യം ഒരു കോംബോ ആയിട്ട് പറയാം, അതാണ് നല്ലത്. കാരണം ഇൻഡിവിജ്വാലിറ്റി ഇതുവരെ കാണിക്കാത്ത രണ്ടുപേരാണ്. സീരിയൽ അഭിനയം കാണിച്ചത് അവിടെ നിൽക്കുന്ന രണ്ടുപേരാണ്. ഒരു നിലപാടും തുറന്നു പറയാതെ അവിടെ നിന്ന് പോകാൻ വേണ്ടി മാത്രം നിൽക്കുന്ന രണ്ടുപേരാണ്. അതാണ് ശരണ്യ ആൻഡ് ശ്രീതു. സിഗരറ്റ് റൂമിൽ ഒരു അന്തേവാസിയാണ് അടുത്തത്. ഓരോ സിഗരറ്റ് വലിച്ച് തീർക്കുന്ന സമയം മതി ജാൻമണി അഭിപ്രായം തുറന്നു പറയാനും റിയാക്ട് ചെയ്യാനും. പക്ഷെ ജാൻമണി അഭിപ്രായങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ബിഗ് ബോസിന്റെ സബ് ടൈറ്റിൽ ഇടേണ്ടി വരും, പണിയാണ്. അതുകൊണ്ട് മിണ്ടാതിരുന്നു. അടുത്തതായിട്ട് ഞാൻ പറയുന്ന ഒരാളാണ് ഇത്തവണത്തെ ഏറ്റവും ഫേക്ക് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ്. രതീഷും റോക്കിയും സിജോയും ഒക്കെ അവിടെ ഉള്ളപ്പോൾ ഈ പുള്ളിക്കാരി വാ തുറന്നിരുന്നത് ഫുഡ് അടിക്കാൻ മാത്രമായിരുന്നു. ഒന്ന് കോട്ടുവ ഇടാൻ പോലും വാ തുറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് സേഫ് ഗെയിം കളിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ്. ഇവരൊക്കെ പോയി കഴിഞ്ഞാണ് ഒന്ന് സംസാരിക്കാനും പൊട്ടിത്തെറിക്കാനും ഒക്കെ തുടങ്ങിയത്. ആ സംസാരിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതും പോലും ഒരു ഇമ്പാക്റ്റും ഇല്ലാതെ നനഞ്ഞ പടക്കം പോലുള്ള ഒരു കണ്ടസ്റ്റന്റ്, അതാണ് നോറ മുസ്കാൻ. ഈ സീസണിൽ ഒരുപക്ഷെ ഏറ്റവും അധികം വിവാദങ്ങളും ചർച്ചയും ഉണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ. ഗബ്രീനെ ഒന്ന് കട്ട് ഓഫ് ചെയ്താൽ ജാസ്മിന് നല്ല രീതിയിൽ കളിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പുള്ളിയെ ഇങ്ങനെ ബാഗേജ് പോലെ കൊണ്ട് നടക്കും തോറും ജാസ്മിൻ തന്നെ ഇങ്ങനെ കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. വിക്രവും മെഹ്റാളും പോലെയാണ് രണ്ടുപേരും. ആ രീതിയിലുള്ള ഒരു കുളം തോണ്ടി എന്ന അവാർഡ് നമുക്ക് ജാസ്മിന് കൊടുക്കാം. ജാസ്മിന്റെ ഗെയിമും കുളം തോണ്ടുന്നു, ഗബ്രിയുടെ ഗെയിമും കുളം തോണ്ടുന്നു. അടുത്തായിട്ട് പറയാൻ പോകുന്ന 3 പേരാണ് റസ്മിൻ, അപ്സര, അൻസിബ. അബോവ് ആവറേജ് ഗെയിമേഴ്സ് ആണ് 3 പേരും. അപ്സര ചില സമയത്ത് സീരിയലിലെ ആ ഒരു ക്യാരക്ടറിലേക്ക് കയറും. ഏഷ്യനെ പറച്ചിൽ ഇത്തിരി കൂടുതലാണ്. അത് കുറച്ചാല് സെറ്റാണ്. അപ്സര അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ച് പോകുന്നുണ്ട്, നിലപാടുണ്ട്. റസ്മിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. അവിടെ ഉള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നന്നായി ഗെയിം കളിച്ച് ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അൻസിബയുടെ ഗെയിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതും ഒരു രീതിയിൽ ഒരു കുളം തോണ്ടി ഗെയിമാണ്. ഋഷിയുടെയും അർജുന്റെയും ഗെയിമാണ് അൻസിബ കുളം തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഡെൻ ടീമിലുള്ള ബാക്കിയുള്ള 2 പേരുടെയും ഒരു ചേച്ചി കഥാപാത്രം കളിച്ചാണ് 2 പേരുടെയും മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ഗെയിം തുളച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും അവിടെയുള്ള മറ്റ് പല ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ അൻസിബയും റസ്മിനെയും ഒക്കെ സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഗെയിമേഴ്സ് ആണ്. ആവറേജ് അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന 2 പ്ലെയേഴ്സ് ആണ്. ഇനി നമുക്ക് ആണുങ്ങളിലേക്ക് വരാം. ഈ 3 ആഴ്ചയും ഏറ്റവും നാണം കെട്ട ഗെയിം കളിച്ച് റീച്ചും വിവാദങ്ങളും ഉണ്ടാക്കി ഒരാളുടെ പുറകെ മണപ്പിച്ച് നടക്കുന്നതും അവരെ ഫേവർ ചെയ്യുന്നതുമാണ് ബിഗ് ബോസ് എന്ന് വിശ്വസിക്കുന്ന നടക്കുന്ന ഒരു ഭൂലോക മണ്ടൻ. വലിയ ബുദ്ധിമാനാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുമല്ല, ഒരു കാര്യമില്ല. മാലാഖയുടെ പേരുള്ള ഒരു വിഷസർപ്പം, അതാണ് ഗബ്രി ജോസ്. ചില സമയത്ത് മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ ചിലര് മിണ്ടാതിരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ചൊറിഞ്ഞു വരും. അത്തരത്തില് പ്രേക്ഷക പിന്തുണ ഉള്ള ഒരു വാഴയാണ് നമ്മുടെ അർജുൻ. ഒരു രീതിയിലുള്ള ഗെയിമും അവിടെ ഇതുവരെ കളിച്ചിട്ടില്ല. കളിക്കും എന്നൊക്കെ തോന്നിപ്പിക്കും, പക്ഷെ ഒന്നും ചെയ്യത്തില്ല. ഇപ്പോഴുള്ള പ്രേക്ഷക പിന്തുണ പോലും എങ്ങനെ വന്നു ചേർന്നതാണ് എന്ന് നമുക്കറിയാം. പുള്ളി ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രയും പോലും ഒരു റീച്ച് അർജുന് കിട്ടില്ലായിരുന്നു. അതാണ് അർജുൻ. പേരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, അമ്പ ചെയ്യാൻ പോയിട്ട് കുന്തം അറിയാൻ പോലും അറിയാൻ മേലാത്തൊരു കണ്ടസ്റ്റന്റ്. ബിഗ് ബോസ് ഹൗസിൽ തപസ്സിരിക്കുന്ന ഒരു പഴംപുഴുങ്ങിയ ജീവിതത്തെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഈ ഗെയിം പുള്ളിക്ക് പറ്റിയൊരു ഗെയിം അല്ല. വൈകാരികമായി എല്ലാത്തിനെയും കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ 70% പ്രശ്നങ്ങൾ വരുമ്പോൾ റിയാക്ട് ചെയ്യാറില്ല. ആരെ കുറിച്ചാണ് പറയുന്നത് നീ പറയുമ്പോൾ തന്നെ ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഋഷിക്കുള്ള പ്രേക്ഷക പിന്തുണ ഋഷി നേരെ ഉപയോഗപ്പെടുത്തുന്നില്ല. ഗെയിമില് ഋഷിക്ക് ഗ്രാഫ് ഉയർത്താനേ പറ്റുന്നില്ല. നമ്മൾ പോലും അറിയാതെ നമ്മൾ അധോലോകമായിരിക്കുകയാണ് ഷാജി പാപ്പ എന്നുള്ള ആ ഒരു ഡയലോഗാണ് നമ്മുടെ ജിൻഡോനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ ഇത്രയും നേരെ കുറിച്ച് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ജിൻഡോ ആണ് നിലവിൽ നമ്മുടെ ഗെയിം കൺട്രോൾ ചെയ്യുന്നത്. ജിൻഡോയെ ചുറ്റിപ്പറ്റിയാണ് അവിടെ എല്ലാം നടക്കുന്നത്. ജിൻഡോ ഇല്ലെങ്കിൽ കണ്ടന്റ് ഇല്ല എന്നൊരു അവസ്ഥയിലേക്ക് ജിൻഡോ എത്തിക്കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു കൺട്രോള് നമ്മുടെ സീസൺ 5 അഖിൽമാരൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സീസണിൽ രതീഷും റോക്കിയും സിജോയും ഒക്കെ ഉള്ളപ്പോൾ തന്നെ നിരന്തരം കണ്ടന്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ. നിലവില് പ്രേക്ഷക പിന്തുണ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ജിൻഡോയ്ക്കായിരിക്കാം. ഇത്രയുമാണ് നിലവിൽ അവിടെ ഉള്ളവരെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ.
വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ് വന്നാൽ വേറെ ലെവലിലേക്ക് പോകാൻ കേൾപ്പുള്ള ഒരു സീസണാണ് നമ്മുടെ സീസൺ 6. അത് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള വൈൽഡ് കാർഡുകൾ വേണം. അല്ലാതെ കഴിഞ്ഞ സീസണിലെ പോലെ ചത്തയെ ചടഞ്ഞേ എന്ന് പറഞ്ഞിരിക്കുന്ന ടീമുകൾ വന്നാൽ വീണ്ടും ഓണവില്ലായി പോകും. അവിടെയുള്ള എല്ലാരെയും ആളാം പ്രതി തേച്ചൊട്ടിക്കാൻ കെൽപ്പുള്ള നമ്മുടെ റിയാസ് സലീമിനൊക്കെ പോലെ ഒരാൾ വേണം. അങ്ങനെ ഒരാൾ വന്നാൽ പുള്ളി മാത്രം മതി, കണ്ടന്റുകൾ ഉണ്ടാവും. ഇത്രയുമായിരുന്നു പറയാനുണ്ടായിരുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.